കേന്ദ്രം നമ്മുടെ 8ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെട്ടെ കുറേ പേര് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് സംഭവം. അപ്പം വീഡിയോ കാണുന്നവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ കുറച്ച് ഉപകാരമായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? അപ്പം വേറൊന്നുമല്ല, 12 ലക്ഷം രൂപ വരെയുള്ളവർ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സൈഡിൽ വേറൊരു സ്ലാബും കൂടെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പം വേറൊന്നുമല്ല, 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെയും 5% ടാക്സും, 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെയും 10% ടാക്സും, 12 തൊട്ട് 16 വരെയും 15% ടാക്സും, അതിന് മുകളിലോട്ട് 20, 25 എന്നും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ. ഇപ്പൊ 12 ലക്ഷം വരെ അടയ്ക്കേണ്ട എന്ന് പറയുന്നു, പിന്നെ എന്തിനാണ് ഈ 4 തൊട്ട് 8 ലക്ഷം വരെയും 5% അല്ലെങ്കിൽ 8 തൊട്ട് 12 വരെയും 10% ടാക്സും വരുന്നത് എന്ന് എല്ലാവർക്കും ഒരു സംശയം. അപ്പം വേറൊന്നുമില്ല, ആരും ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇതിപ്പം 12 ലക്ഷം രൂപ വരെയുള്ളവരെ ആരെ സംബന്ധിച്ചും ടാക്സ് അടയ്ക്കേണ്ട കാര്യങ്ങളില്ല. 12 ലക്ഷം അല്ല, 12,75,000 രൂപ വരെയും വാർഷിക വരുമാനമുള്ളവരെ സംബന്ധിച്ച് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 75,000 രൂപ ഗവൺമെന്റിന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അപ്പം 12,75,000 വന്നാലും 75,000 ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ 12 ലക്ഷം രൂപയെ വരത്തുള്ളൂ. അപ്പം അതിന് താഴോട്ടുള്ളവരും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി ഈ സ്ലാബ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലക്ഷത്തിന് മുകളിൽ പോകുന്നവർ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കഴിഞ്ഞ് 12 ലക്ഷത്തിന് മുകളിൽ പോകുന്നവർ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ലാബ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കൊരു വ്യക്തി ഒരു മാസം നമ്മൾ ഈ പറയുന്ന 12 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12,75,000 രൂപയാണെന്നുണ്ടെങ്കിൽ മാസം 1,06,000 സംതിങ് വരെയും മാസ വരുമാനം നമുക്ക് കുഴപ്പമില്ല, ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. എന്നാൽ അത് 1,07,000 കടന്നു കഴിഞ്ഞാൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 12,84,000 രൂപയാവും. 1,07,000 രൂപ വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവരെ സംബന്ധിച്ച് മൊത്തം എമൗണ്ടിനും ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. കാരണം 12 ലക്ഷം അല്ലെങ്കിൽ 12,75,000 വരെ വാർഷിക വരുമാനം വരുന്നവർക്ക് മാത്രമേ 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അതായത് ഗവൺമെന്റ് പറയുന്ന 12 ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാവരും അവരുടെ ഫുൾ എമൗണ്ടിനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതിനാണ് ആ ഒരു സ്ലാബ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് പ്രകാരം 1,07,000 രൂപ വന്നു കഴിഞ്ഞാൽ അവൻ 12,84,000 രൂപ വാർഷിക വരുമാനമായി. അപ്പൊ 12,84,000 രൂപയ്ക്ക് എങ്ങനെ ടാക്സ് അടയ്ക്കണം എന്നാണ്, അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്നവർ എങ്ങനെ ടാക്സ് അടയ്ക്കണം എന്നാണ് ആ ഒരു സ്ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 12,85,000 രൂപ വന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിയുമ്പോൾ 75,000 കഴിഞ്ഞ് കഴിയുമ്പോൾ 12,09,000 രൂപയായി ഈ പറയുന്ന വ്യക്തിയുടെ വാർഷിക വരുമാനം. അപ്പം 12,09,000 രൂപയ്ക്കാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പം 4 ലക്ഷം രൂപ, ഈ 12,09,000 രൂപയിൽ 4 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. അപ്പം അത് മാറ്റി. പിന്നീട് 4 ലക്ഷം തൊട്ട് 8 ലക്ഷം രൂപ വരെയും ഉള്ളതിന് 5% ടാക്സ് അടയ്ക്കണം. അപ്പം അതിൽ 20,000 രൂപ. പിന്നീട് വരുന്ന 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെയും വരുന്ന ഒരു എമൗണ്ടിന് 10% ടാക്സ് അടയ്ക്കണം. അത് 40,000 രൂപ. പിന്നീട് വരുന്ന 9,000 ഉണ്ടല്ലോ, 12,09,000 ആണല്ലോ നമുക്ക് വന്നത്. അപ്പം ആ 9,000 രൂപയ്ക്ക് അടയ്ക്കേണ്ടതെന്ന് പറയുന്നത് 12 ലക്ഷം തൊട്ട് 16 ലക്ഷം വരെയും വരുന്ന എമൗണ്ടിന് അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 15%. അപ്പം 9,000 രൂപയുടെ 15% എന്ന് പറയുന്നത് 1,350 രൂപ വരും. അപ്പം ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 12,09,000 രൂപ വാർഷിക വരുമാനം വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ടാക്സ് അടയ്ക്കേണ്ട രീതിയാണ് ഈ ഒരു സ്ലാബിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? 4 തൊട്ട് 8 വരെയും 5%, 8 തൊട്ട് 12 വരെയും 10%, 12 മുകളിലോട്ട് 16 വരെയും 15% കൂട്ടി, ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ടാക്സ് അടയ്ക്കേണ്ടത്. ആ ഒരു കൂട്ടി വരുന്ന എമൗണ്ടിന്റെ കൂടെ 4% സെസ്സും കൂടെ ചേർത്തായിരിക്കും ടാക്സ് അടയ്ക്കേണ്ടത്. ഇതിനാണ് ആ ഒരു സ്ലാബ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ ഒരു സ്ലാബ് കാണിച്ചിരിക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. അപ്പം ഇനി മുതൽ മിഡിൽ ക്ലാസ് എന്നല്ല, 12 ലക്ഷം രൂപ മുതൽ അല്ലെങ്കിൽ 12,75,000 രൂപ വരെയും വാർഷിക വരുമാനം വരുന്ന ആർക്കും തന്നെ ടാക്സ് അടയ്ക്കേണ്ട കാര്യങ്ങളില്ല. എന്നാൽ അതിന് മുകളിൽ വരുന്നവർ ഫുൾ എമൗണ്ടിനും ഈ പറഞ്ഞ സ്ലാബ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്.
ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴും മറ്റു പല ഡിഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരും. അത് നിങ്ങളുടെ ടാക്സ് ഓഡിറ്ററുമായൊക്കെ കണ്ട് സംസാരിച്ച് അത് വേണ്ട പോലെ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ടാക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ബജറ്റിൽ പുറപ്പെടുവിച്ച ടാക്സിന്റെ പുതിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന കൺഫ്യൂഷനും കാര്യങ്ങളും. അപ്പൊ കൂടുതൽ കുഴപ്പിക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. ആ ഒരു സ്ലാബ് എന്തിനു കൊടുത്തിരിക്കുന്നു, ആർക്കൊക്കെ അടക്കേണ്ടത്, ഇത്ര സംഭവങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അത് കൺഫ്യൂഷൻ ആക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.